നാരങ്ങനീർ ചമ്മന്തിയാണ് സർഗം കിച്ചണിൽ ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ്: 5 ചെറുനാരങ്ങ, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കായം, മുളക് പൊടി 4 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ചെറുനാരങ്ങ എടുത്ത് ആദ്യം മുറിക്കണം. 5 എണ്ണം എടുത്ത് മുറിച്ച് അതിൻ്റെ നീര് ഉപയോഗിച്ചിട്ട് വേണം ഈ ചമ്മന്തി ഉണ്ടാക്കുവാൻ. നല്ല പഴുത്ത ചെറുനാരങ്ങ വേണം. നാരങ്ങ ജ്യൂസറിലിട്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. കുരു വീഴാണ്ട് നോക്കണം. അഞ്ച് ചെറുനാരങ്ങയുടെ ജ്യൂസാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ വേറൊരു പാത്രം എടുത്ത് ചൂടാക്കണം. കായവും ഉലുവും മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ വീത്തി 1 ടീസ്പൂൺ കായം, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കായവും 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കണം. 1 ടീസ്പൂൺ കായം അത് ഏതാണ്ട് മുരിഞ്ഞു വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കണം. ഉലുവ പൊട്ടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കണം. ചൂടാറുമ്പോൾ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഫ്രഷായി പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കായവും ഉലുവയും അപ്പം ചൂടാക്കുന്നത്. എല്ലാം മുരിഞ്ഞ ഉലുവയും ഒരു ബൗളിലേക്ക് ഇട്ട് അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ചെറിയ ജാറെടുത്ത് മിക്സിയിൽ വെച്ച് നല്ലവണ്ണം പൊടിക്കണം. നല്ലവണ്ണം പൊടിഞ്ഞ പൊടിയെടുത്ത് ഈ പാത്രത്തിലേക്കിട്ട് ഒന്ന് ചൂടാക്കണം. നാല് ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം. തീയെ സിമ്മിലിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. കരിഞ്ഞു പോകരുത്. നല്ല കായത്തിൻ്റെയും ഉലുവയുടെയും നല്ല സ്മെല്ല് പുറത്തേക്ക് വരും. ചൂടായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അത് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് വെച്ച ബൗളിലേക്ക് ഇത് ചേർക്കണം. നാരങ്ങനീർ ചമ്മന്തി റെഡിയായി. ഇത് തൈര് സാദത്തിനും ഏത് ചോറിൻ്റെ കൂടെയും വിളമ്പാം. നല്ല സ്വാദിഷ്ടമായ ഒന്നാണിത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.